അമ്പലത്തിൽ ഡി ജെയോ? ഞാനിന്ന് യൂട്യൂബിൽ അരുൺ ജെ, ആര്യ ജെ എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ആര്യയും അമ്മയും കൂടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് പോയി. അവിടെ അമ്പലത്തിൽ ഡി ജെ ഉള്ള ഒരു കാര്യം ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസിൽ കുറച്ച് കമൻസാണിത്. ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്, ഇത് അമ്പലത്തിൽ ഡി ജെയോ, ഇതൊക്കെ എപ്പോൾ വന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറയട്ടെ, അതിപ്പോൾ അവർ എന്താ പറയുക, ഈ തിരുവനന്തപുരം സൈഡിലുള്ളവരാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൽ പൊതുവെ ഡി ജെ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ കണ്ണൂർ ഇവിടെ ആണെങ്കിൽ ഡി ജെ ഇല്ലാതെ ഒരു പരിപാടിയില്ല. എന്താ പറയുക, ഏത് പരിപാടിക്കും അത് അമ്പലം എന്നില്ല, പള്ളിയിൽ നിന്നില്ല, ഏത് ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, ക്രിസ്മസ് കരോളായിക്കോട്ടെ, എന്തിനും ഏതിനും ഡി ജെ ഇല്ലാതെ ഒരു പരിപാടി ഇവിടെ ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഉത്സവത്തിൽ അമ്പലത്തിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഡി ജെ ഇല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ല. ഇപ്പം ഈ ഇവിടെ എന്താ പറയുക, താലപ്പൊലി ഘോഷയാത്ര ആയിക്കോട്ടെ, അങ്ങനെ ഈ തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടികളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഈ ഡി ജെ എന്ന് പറയുന്ന സംഭവം മസ്റ്റാണ്. അതിപ്പം ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ആയിക്കോട്ടെ, അതിൻ്റെ വിജയാഘോഷങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തിനും ഡി ജെ എന്ന് പറയുന്നത് മസ്റ്റാണ്. എന്നാലേ ആൾക്കാരെ കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ണൂർ പറയുകയാണെങ്കിൽ നമുക്ക് ഈ അമ്പലങ്ങളിലാണെങ്കിൽ ഈ ഡി ജെക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു സോങ്ങാണ് മുത്തപ്പൻ്റെ സോങ് എന്ന് പറയുന്നത്. ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ സോങ്ങാണ് കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ഒരു ഡി ജെ സോങ് എന്ന് പറയുന്നത്. അപ്പം ഇതില്ലാതെ ഒരു എന്താ പറയുക, ഡി ജെ ഇല്ല കണ്ണൂരിലെന്ന് പറയാം. അങ്ങനെ അത്രയും ഫേമസ് ആയിട്ട് എല്ലാവരും എന്താ പറയുക ആർമാദിക്കുന്ന ഒരു സോങ്ങാണിത്. പിന്നെ ഈ ഡി ജെയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും സൗണ്ട് വൈബ്രേഷൻ, അത് ഏറ്റവും അപകടകരമാണ്. പലപ്പോഴും എന്താ പറയുക, ഈ ഹാർട്ടിന് അസുഖമുള്ളവർക്കും അല്ല പലവിധ രോഗങ്ങളുള്ളവർക്കും ഒന്നും ഈ ഡി ജെയുടെ ഏഴടുത്ത് പോലും വരാൻ പറ്റില്ല. നമ്മുടെ എന്താ പറയുക, അത്രയ്ക്ക് വൈബ്രേഷനാണ്. അതുമാത്രമല്ല, ഇത് കടന്നു പോകുന്ന വഴിയിലുള്ള കടകളിലൊക്കെ ആണെങ്കിൽ ബൾബ് ഒക്കെ ഊരി താഴെ വീണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീടിന് കേടുപാടുകൾ പറ്റിയ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഡി ജെ എന്ന് പറയുന്നത് എന്താ പറയുക, സൗണ്ട് പൊല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര അപകടകരമായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ഡി ജെ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. പക്ഷേ ഇത് എന്താ പറയുക, ഭയങ്കര ഒരു സൗണ്ട് പൊല്യൂഷനുമാണ്. ഇത് കാരണം എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക വൈബ്രേഷൻ, ആ വൈബ്രേഷൻ പല വീടുകൾക്കും കേടുപാടുകൾ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിലും അത് അത്ര ശരീരത്തിന് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ശരീരത്തിന് എന്താ പറയുക, അത്രയും വൈബ്രേഷൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാനൊരു ഒരു അമ്പലത്തിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ഡി ജെ കണ്ടപ്പം കുട്ടികളടക്കം എന്താ പറയുക വോമിറ്റ് ചെയ്യുകയാണ്. ഡി ജെയുടെ ഇതുകൊണ്ട് വോമിറ്റ് ചെയ്യുന്നു. അത്രയും അതിൻ്റെ ഒരു എന്താ പറയുക, അത്രയും അതിൻ്റെ കാഠിന്യം കൊണ്ട് പലർക്കും ഡിസ്റ്റർബൻസ്. ഇപ്പം പ്രായവർക്കൊന്നും ഇതൊന്നും അത്രയും ഈ ഓഡിയോ ഒന്നും താങ്ങാനുള്ള ഒരു കരുത്തില്ല. ഈ ചെറുപ്പക്കാർക്ക് തന്നെ കരുത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഡാൻസ് കളിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അറിഞ്ഞൂടെ. ചില സ്ഥലത്ത് വോളിയം അത്ര ഉണ്ടാവില്ല, പക്ഷെ ചില സ്ഥലത്ത് ഹൈ വോളിയം, ഹൈ വൈബ്രേഷൻ, ബാസൊക്കെയാണ്. അപ്പം എന്താ പറയുക, അതൊക്കെ ഭയങ്കര അപകടകരമായ ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ ഡി ജെ മാത്രമല്ല, ഇപ്പം അമ്പലത്തിൽ നിന്ന് ദേവന്മാർ ഇറങ്ങി ഓടുന്ന സംഭവങ്ങൾ വരെയാണ് ഇപ്പം അമ്പലത്തിലൊക്കെ നടക്കുന്നത്. ലൈറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ എന്താ പറയുക മ്യൂസിക് വെച്ചിട്ട്, മ്യൂസിക് വിത്ത് ലൈറ്റ് ഷോ ഒക്കെയാണ് അമ്പലത്തിൻ്റെ അകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇൻസ്റ്റയിലൊക്കെ പലരും കണ്ടു കാണും. അപ്പം ഈ ഡി ജെ ഒന്നുമല്ല, ദൈവങ്ങൾ വരെ ഇറങ്ങി ഓടുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.